ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധാരണ മത്തിമുളക് ഇട്ടതിൻ്റെ റെസിപ്പി ഉണ്ടോ. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ആദ്യം ഞാൻ എന്താ ചെയ്താൽ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ. അതിലേക്ക് എന്താ ചെയ്യുക, കുറച്ച് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങി കളറ് മാറി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത്, നല്ല നൈസായിട്ട് അരിഞ്ഞത് അതും ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ടത്. ഇതിപ്പോൾ വീട്ടിലത്തെ മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 2 പച്ചമുളകൊക്കെ ഇടുന്നുള്ള, നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടുകൊണ്ടു. പിന്നെ എന്താ വെച്ചാൽ വീട്ടിലത്തെ മുളക് പൊടിക്കും നല്ല അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ടാണ് ഇടുന്ന മുളകിൻ്റെ എണ്ണം ഞാനൊന്ന് കുറച്ചത്. നിങ്ങളെ ഇഷ്ടത്തിനിടാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേ നമ്മളെ സവാള ചേർക്കാം. സവാള ചേർത്ത് പിന്നെ നല്ലതുപോലെ വഴറ്റണം കേട്ടോ. വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പൊടികളിടുമ്പോൾ എന്താ വെച്ചാൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് എണ്ണ അവിടെ നിന്ന് ഊർന്ന് വരുമല്ലോ, അതിലേക്ക് നമ്മളെന്ത് ചെയ്യും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടും കേട്ടോ. സാധാരണ മല്ലിപ്പൊടി എല്ലാവരും ഇടലുണ്ട്, പക്ഷെ ഞാൻ മത്തി മുളക് ഇടുമ്പം ഈ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടിയും നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കും. ഇപ്പോൾ കാശ്മീരി മുളകില്ല, സാധാ മുളക് പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടിയാണുള്ളത്. മഞ്ഞൾപ്പൊടി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞളുടെ പൊടി കേട്ടോ, നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് നല്ലപോലെ ഇട്ട് ആ വെളിച്ചെണ്ണയിലിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി പിന്നീട് എന്ത് ചെയ്യും, ഈ മസാല പിന്നെ ഈ വഴന്ന് വെച്ച ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യും, വഴറ്റിയെടുത്ത് നല്ല കൂടെ ഒന്ന് മിക്സായി വന്ന് അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങുമല്ലോ. ആ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും തക്കാളി ചെറുതായിട്ട് മുറിച്ചതിടും. ഞാൻ 2 തക്കാളി ഇപ്പം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് വഴന്ന് നല്ലതുപോലെ എല്ലതും ഒന്ന് മിക്സായി കുറച്ച് നേരം നിൽക്കണ വരെ വഴറ്റിയെടുക്കും. എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം എന്തെങ്കിലും നല്ലൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത പുളി, അത് പുളിയുടെ എന്താ പറയുക, ആ പുളി രസം എത്ര ഉണ്ട് അനുസരിച്ചിട്ട് എടുത്തുകൊണ്ടു. ഞങ്ങളിവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പുളി ഉള്ളതുകൊണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളി ഞങ്ങളെ വീട്ടിലുണ്ടായ പുളി തന്നെയാണ് കേട്ടോ, അത് ഉണക്കി എടുത്ത് വെച്ചതാണ്. എന്നിട്ട് അത് നല്ലതുപോലെ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കും. തിളച്ച വെള്ളമാണ് ഒഴിക്കുക. ആവശ്യത്തിനുള്ള കുറുക്കി നിൽക്കാനുള്ള പാകത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കും. നിങ്ങൾക്ക് വഴറ്റുന്ന ഇടവേളയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെ മത്തി ചേർത്ത് നല്ലതുപോലെ ഈ കറി ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നല്ല കറിവേപ്പിലിട്ട്, ഞാൻ ലാസ്റ്റാണ് കറിവേപ്പിലിട്ടെടുത്തത്. നിങ്ങൾക്ക് ഉള്ളി കയറ്റുമ്പോൾ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇട്ട് കൊടുക്കാം, ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചിട്ട് ജസ്റ്റ് മൂടി വയ്ക്കും. എന്നിട്ട് എടുക്കാൻ നേരത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ടാണ് പിന്നെ നല്ലതുപോലൊക്കെ ഒന്ന് ഇളക്കിയിട്ടാണ് എടുക്കുക കേട്ടോ. അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു. ഏകദേശം എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും നല്ലതുപോലെ ടേസ്റ്റുള്ള നല്ല പൂളയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഇനി ഇങ്ങനത്തെ പുതിയ റെസിപ്പിയായിട്ട്, അതായത് എൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ, സീ യു.